അവിടെ ഇവിടെ എത്ര ദൂരമുണ്ട്? ഷോപ്പിലേക്ക് എത്ര ദൂരമുണ്ട്? എന്താ പ്രശ്നം? എന്താ അച്ഛാ? വെയിറ്റ് ചെയ്യാൻ പറ. ഇത് ചെയ്തത് ഏത് മയിലല്ലോ ഒന്നാണ് കുത്തത്. നിന്റെ എടുക്കാണ്ട് ഞാൻ കൊല്ലത്തുനിന്ന് പോകില്ല. അവിടെ ഇവിടെ എത്ര ദൂരമുണ്ട്? ഷോപ്പിലേക്ക് എത്ര ദൂരമുണ്ട്? ലൊക്കേഷൻ എത്ര ദൂരമുണ്ട്? ഇവിടുന്നില്ലേ? ഇതാ ഇങ്ങോട്ടേക്ക് പോവാ. അച്ഛാ ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടുന്ന് റൈറ്റ്, നേരെ പോയി റൈറ്റ്. ഓഫാക്ക്, ആദ്യം ഓഫാക്ക്, എന്നിട്ട് ഒന്നുകൂടി അടി. എടാ മയില് വണ്ടി സ്റ്റാർട്ടാകുന്നില്ലടാ. എടാ മുത്തേ എന്താ സംഭവിക്കുക? ഏടുന്ന അടി പൊട്ടാന്ന് പറയാൻ പറ്റില്ല. മൊത്തം ഡേഞ്ചറാ പോകുന്നു മുത്തേ. ഏടുന്ന അടി പൊട്ടാന്ന് പറയാൻ പറ്റില്ല. മിനിമം ഒരു 10 മിനിമം 10 ഗ്യാങ്ങുകൾ നമ്മളെ നോട്ട് ഇട്ടിട്ടുള്ളത്, നമ്മളെ സ്കെച്ച് ചെയ്തിട്ടുള്ളത്. മിനിമം ഒരു 10 ഗ്യാങ് നമ്മളെ സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. താവ് ഒന്നും അറിയില്ല. നോക്കാം. പൊന്നച്ചായ അടി കൊള്ളും. നിങ്ങൾ ഓട്ടം എനക്കൊന്ന് കാണണം. നമുക്ക് വണ്ടി ഒന്ന് ഇതാക്കിട്ട് പോയാലോ? നിർത്തുവാ. അവിടെ 6 റോഡിലേക്ക് കയറ്റി. അവിടെ വണ്ടി ഇതാക്കണം. വണ്ടി ഒന്ന് സെറ്റ് ആക്കണം. ഞാൻ പറയട്ടെ, ഇനോഗ്രേഷന് പോകുമ്പോ വണ്ടി ഒന്ന് കുറച്ച് ജാടയിൽ തന്നെ പോവാ. വണ്ടി ഒന്ന് മോഡ് ചെയ്ത് സെറ്റ് ആക്കാം നമുക്ക്. മനസ്സിലാ? അവിടെ വണ്ടി ഒന്ന് ശരിയാക്കണം. വണ്ടി ഒന്ന് സെറ്റ് ആക്കാനുണ്ട്, ഒന്ന് മോഡാക്കാനുണ്ട്. മനസ്സിലാ? മോഡോ? എടാ നീയല്ലേ ഈ വണ്ടിയിൽ വരുമ്പോ ഞാൻ ആ വണ്ടിയിൽ വന്ന എന്താ അവസ്ഥ? സെറ്റ് ആക്കണ്ട സാധനം. ഒരു 2 മിനിറ്റ് ഓക്കെ. എടാ വണ്ടി ഒന്ന് മോഡ് ചെയ്ത് സെറ്റ് ആക്കിട്ട്. അല്ല ഏട്ടാ സുഖല്ല? കൊല്ലംകാർ ഡേഞ്ചറാണ് കൊല്ലംകാർ. ഇത് ആരെ വിശ്വസിക്കുക, ആരാ അടിക്കാൻ വരുന്ന, ആരാ സ്നേഹത്തിലുള്ളതെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലാവും? സ്റ്റിക്കർ ഒട്ടിച്ചാലോ? തൊപ്പിന്നൊരു സ്റ്റിക്കർ ഉണ്ട്. ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? ഇത് ഒട്ടിച്ചാൽ സെറ്റായിരിക്കൂലേ? അവിടെ കൊറേ വിചാരിക്കുന്ന വണ്ടി ഒന്ന് മോഡ് ചെയ്യണം. കാരണം നമ്മള് സാധാ വണ്ടി എടുത്തിട്ട് നമുക്കൊരു വിലയില്ല. ഇവിടെ തൊപ്പി നോട്ടിക്കാം. ഞമ്മക്കും ഉണ്ടടാ സൗണ്ട്. അവിടെ സൈലൻസർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സൈലൻസർ ആണ്. അനക്കും വേണോടാ സൗണ്ട്. സൈലൻസറാണ്. സൗണ്ട് ഒന്ന് മോഡ് ചെയ്യണോടാ. ഏതാ സൗണ്ട്? ഏതാ? ഓ എടാ MBD ഓടിക്കോ? ഇല്ലല്ലോ. അവിടെ ലൊട്ട ഫ്രണ്ടിലോട്ടിക്കോ. ഓ ഏതാ സാധനോടാ? ആ ലോഗോ എടുത്തേ. അവിടെ ഇപ്പൊ അത് വണ്ടി ഒന്ന് ഗെറ്റപ്പായത്. ഇനി നമുക്ക് ഏത് ഇനോഗ്രേഷൻ ഇത് എടുത്തിട്ട് പോവാടാ? ഇതല്ലേ ഓ ഏതാ സാധനം? വേറെ സ്റ്റിക്കർ നായിന്റെ ഓനേതാ? എടാ നായിന്റെ ഓനെന്നുള്ള ഒട്ടിച്ച സീനുണ്ടോ? എടാ ഈ നായിന്റെ ഓനെന്നുള്ള സ്റ്റിക്കറിൽ ഒട്ടിക്കാൻ പറ്റും വണ്ടിയില്? നീല പിടിക്കൂലെന്ന് പറഞ്ഞേ. പോവാ. ഡബ്ല്യു മോഡാണോ? എൽ മോഡാണോ ഡബ്ല്യു മോഡാണോ? മോഡിഫിക്കേഷൻ എങ്ങനെയാ? എൽ ഓർ ഡബ്ല്യു? ഇനി ഈ വണ്ടി എടുത്ത് നമുക്ക് ഓടെ വേണമെങ്കിൽ കയറ്റാൻ മുത്തേ. ഏത് ലോറേഷനും വേണമെങ്കിൽ പോവാ. സാധനം സെറ്റായില്ല. വണ്ടി
പക്ഷെ വണ്ടിന്റെ ഫോട്ടോ എടുക്കാനുള്ള ആള് വരാൻ തുടങ്ങി കേട്ടോ. എടാ ഡബ്ല്യു മോഡിഫിക്കേഷൻ ആടാ. എടാ ഞാനും MLA കൂടിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പൊ പിന്നെ നമ്മളെ വണ്ടി ഒന്ന് സെറ്റ് ആക്കണം, അല്ലാണ്ട് പിന്നെ നമുക്കൊരു വില ഉണ്ടാവില്ല. ബാക്കിൽ ഫെൻസ് ഒട്ടിക്കാം, ബാക്കിൽ ഫെൻസ് ഒട്ടിക്കാം. അപ്പൊ അത് വണ്ടി ആയതല്ലേ. അപ്പൊ എന്തെങ്കിലും അടിയാ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? അവിടെ ടൂൾസ് എല്ലാം ഉണ്ട്, ആരും അടിക്കാന്ന് പറഞ്ഞില്ല. ലൈവ് ആണെന്ന് ആരെങ്കിലും ചൊറയാക്കാൻ വരുന്നുണ്ടെ മുത്ത് ഞാനുണ്ട്, വിക്കിണ്ട്, അച്ഛനുണ്ട്, ടൂൾസ് എല്ലാം സെറ്റാണ്. വെറുതെ ചൊറയാക്കാൻ വരണം. ഓക്കെ, വെറുതെ നോക്കാല്ലേ, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, ആരെ വരുന്നത് നോക്കാം. ഈ വൈറ്റ് കാറിന്റെ ബാക്കിൽ നിന്ന് പോയാൽ മതി. വൈറ്റ് കാറിന്റെ ബാക്കിൽ ഇന്നൊരു ശരിയായ അവിടെ MLA വരുന്നുണ്ടല്ലോ, MLAയും പോലീസുകാരും എല്ലാം ഉണ്ടാവും അവിടെ. അതിന്റെ ഇടയിൽ കൂടി നമ്മളെ വന്ന് ആരാ തൊടാൻ നമുക്ക് കാണാം. ഓക്കെ, പക്ഷെ അവര് പറയുന്ന വെച്ചാൽ അവർക്ക് പോലീസൊന്നും സീനല്ല, അങ്ങനത്തെ ടോക്കല്ല ടോക്ക് അവരുടെ റോങ് ടീമാണ്. റോങ് ഞാൻ പറയുന്നില്ല. ക്രൗഡ് എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. എന്താ പ്രശ്നം? എന്താ എന്തെങ്കിലും അടിയാ എന്തെങ്കിലും ഇതുണ്ടോ? പ്രശ്നമുണ്ടോ? എന്തിന്റെ പ്രശ്നം എന്ന് പറ. ആള് കൂടിയതിന്റെ പ്രശ്നം, ഇത് ഗതാഗതം മറ്റേ സീനാ. നമ്മളിത് എത്തി, 2 മിനിറ്റ് കൊണ്ട് എത്തും. 5 മിനിറ്റ് ഹോൾഡ് ചെയ്യാനാ. ഹോൾഡ് എനക്ക് നല്ല പേടിയുണ്ട്. കാരണം ടീമല്ല, ഇവർ ഈ ക്രൗഡിന്റെ ഇടയിൽ ഇവര് നൊയഞ്ഞ് കേറിയിട്ടുണ്ടാവുക. കയ്യില് ടൂൾസ് എന്തെങ്കിലും ഉണ്ടാവും. ഇവരങ്ങൊരു വരഞ്ഞിട്ട് അങ്ങ് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് പണി കൊടുക്കാം. പക്ഷെ ഇവരത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും പറഞ്ഞ കാര്യമില്ല. അവിടെ ഒരു കൈനെ കൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ടാ, ക്യാമറയും പിടിച്ചിട്ട് പൊട്ട ചത്തോ പോടാ, കുണ്ണയും കുത്തി ചാവടാ. നീ റോഡില് കുണ്ണ വരഞ്ഞു പോകും എന്റെ. ഹലോ, കേക്കുന്നുണ്ടോ? പറ ബ്രോ. അടിയാ? അച്ഛാ വെയിറ്റ് ചെയ്യാൻ പറ. സീനായാലും എടാ സീനായെന്ന് പറയുന്നത്, എന്തോ സീന നടന്നെന്ന് പറയുന്നത്. അതെന്താ ചെക്കന്മാരെന്ത് പ്രശ്നം? ഓക്കെ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. അതെന്താ സീൻ? എന്താ സംഭവം പറ ബ്രോ. എന്താ സംഭവം തുറന്നു പറ. ആള് കൂടുതലാ? ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് നോക്കട്ടെ, എന്താ അവസ്ഥ ഒന്ന് കാണാനാ. റോഡ് ക്ലോസ് ആയാ? എത്ര സമയം വെയിറ്റ് ചെയ്യണം? ഇത് അന്നത്തെ പോലെ മലപ്പുറത്തെ പോലെ ആവോ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട്? എത്ര ടൈം നിൽക്കണം? ശരി. ഇല്ല മുത്ത, അങ്ങനെ നമ്മളെ തൊട്ടിട്ടൊന്നും ഒരുത്തരം ഇവിടുന്ന് പോകൂലേ. അങ്ങനത്തെ ഇതൊന്നും വേണം. ഇങ്ങനത്തെ കുറെ പേടിപ്പിക്കല് കണ്ടിട്ട് തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടിനാ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. എന്റെ പേരിൽ ഒരു കേസ് വരാനില്ല. കാരണം ഞാൻ പറഞ്ഞത് അനക്കില് യാതൊരു ഉത്തരവാദിത്വമില്ല. ആള് കൂടിയാലും ബ്ലോക്ക് ആയാലും അടി നടന്നാലും അനക്കൊന്നും അറിയണ്ട. അതെല്ലാം അവര് പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ എടുത്തിട്ടാണ് ഇത് നടത്തുന്നത് പറഞ്ഞത്. അത് അവരും പോലീസുകാരുമായിട്ട് പറഞ്ഞതായിക്കോളാം. ഷോപ്പിന്റെ ഓണേഴ്സും പോലീസുകാരുമായിട്ട് പറഞ്ഞു കൊടുത്തോളാം. അല്ലാണ്ട് ഞാൻ ഇതിലൊരു ഉത്തരവാദിത്വം എനക്കില്ല. കാര്യം പറയാലോ, ഞാൻ ആദ്യമേ പറഞ്ഞ് ആള് കൂടും, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക, പെർമിഷൻ എടുക്കുക, ഈ കാര്യങ്ങൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞ് അത് അവര് ഓക്കെ പറഞ്ഞത്. അവരത് ചെയ്തോളാന്ന് പറഞ്ഞതാ. ഓക്കെ, ഇത് ഏത് ഗ്യാങ്, ഏത് ഉണ്ണ ഗ്യാങ്, ഏത് കൊമ്പനായാലും മൈരിയാം, കാര്യം പറയല്ല. വെറുതെ മുട്ടാൻ വരണ്ട, മുട്ടാൻ വരണ്ട, തൂറാൻ മുട്ടും. ഏത് ഗ്യാങ് ആയാലും കാര്യം പറയാം. നമുക്ക് കണ്ണൂരിന്നാ വരുന്നത് കേട്ടില്ല. നമ്മ ഇതൊന്നും കാണാത്തൊന്നല്ല. ഏഷ്യാനെറ്റ് ന്യൂസ് നോക്കുന്ന അള്ളാന്റെ മുത്തേ. നിയന്ത്രിക്കല്ലേ എടാ ഞാൻ അള്ളാന്റെ മുത്ത സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല മൈരി. അള്ളാന്റെ മോനെ അച്ഛന്റെ കുള്ള മൈരെ അന്റെ ഇപ്പൊ പൊടിച്ചു കൊണ്ടുപോ. അള്ളാ
സുബ്ഹാനല്ലാഹ് ഉമ്മ മുത്തേ സീനായി 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 സീനായി. ഹലോ എടാ എന്താ എന്താ അവസ്ഥ? അല്ല നമ്മളങ്ങോട്ട് എത്തി, നമ്മളെത്തി, ഷോപ്പിന്റെ അടുത്ത് എത്തി. പോലീസ് സ്റ്റേഷൻ റോഡ് കയറാൻ. എങ്ങോട്ടാ കയറണ്ടേ പറ. എന്താ അടുത്ത് ആരോ വന്നിട്ട് ഓന്റെ ഫോണ് തട്ടിപ്പറിച്ച്, തട്ടിപ്പറിച്ചടാ. അടി ഇത്രയും സീനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. ഞാൻ കാര്യം പറയാം, ഞാൻ വിചാരിച്ചു നമുക്ക് പ്രൊട്ടക്ഷനിലുണ്ട്, ഓക്കെ, പക്ഷെ ഇങ്ങനെ ഇതാവുന്ന ഞാൻ വിചാരിച്ചില്ല. മീഡിയം പറയും മാറലും വന്ന് ഇതിന് എന്തായാലും പോലീസ് സീനാക്കണം. RIP അതെന്താടാ എല്ലാരും RIP ഇടുന്ന മൈരികളെ. മുത്തേ ഞാനാ മറ്റേ ഇടുന്ന ചത്തിനെങ്കിൽ ഞാൻ കാര്യം പറ്റില്ല. നിങ്ങൾ ഓരോരുത്തർ ഈ RIP ഇടുന്ന ഓരോ നായിന്റെ മക്കളോട് ഞാൻ പറയുന്നത്, ഞാനാ മറ്റേ ഇടുന്ന ചത്തിനെങ്കിൽ നിങ്ങൾ ഉറങ്ങും. നിങ്ങൾ ഒറ്റ ദിവസം മര്യാദയ്ക്ക് ഉറങ്ങൂല. ഞാൻ എപ്പോ നിങ്ങളെ ചിന്തയിൽ വരും, നിങ്ങളെ സ്വപ്നത്തിൽ ഞാൻ വരും. ഒരു ദിവസം നിങ്ങളെ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റും. നിങ്ങൾ വാണം വിടുമ്പോ പോലും ഞാൻ ചിന്തയിൽ കയറി വരും. സംസാരിക്കാൻ പോവുകയാണ്. പരിപാടിയാക്കൽ എന്താ പറ പാട്ടോടാ ഡാൻസ് കളി. ഇവിടെ എല്ലാവർക്കും വേണ്ടത് ഓലൻ തോരൻ ഉടുപ്പ് മാനം ചോദിക്കും. ഇവനൊരു ഉടുപ്പ് മാനം കൊടുക്കോ? കൊടുക്ക്. ഞാൻ എന്റെ വക, ഞാൻ പൈസ തരാം. ഉടുപ്പ് മാനം കൊടുക്ക. ഓക്കെ സെറ്റല്ല. നിർത്ത്, വണ്ടി ഊമ്പായിരിക്കുന്ന മയില് വന്ന് വണ്ടിക്ക് എന്റെ വണ്ടിക്ക് അടിച്ചടവന് നിക്ക. ഓനെ കണ്ടാലൊക്കെ അറിയാം, ഓനെ തീർക്കോളാം. ഓനെ കണ്ടറിയാം. എന്റെ വണ്ടിക്ക് കുപ്പി എറിഞ്ഞടാ. അച്ഛനക്കോനെ തല്ലണം. എന്തിനാവശ്യത്തിന്? വെറുതെ ഇരിക്കുമ്പോ നമ്മളെല്ലാം പരിപാടി സമാധാനത്തിൽ തിരിച്ചു പോകുമ്പോ ഓൻ വെറുതെ
അവിടെ വണ്ടി എന്റെ വണ്ടി ഡാമേജ് ആക്കി നിൽക്കുന്നു. ഓനെ ഞാൻ തീർക്കൂടാ, അവനെ ഞാൻ തീർക്കും. ഇത് ചെയ്തത് ഏതും മയിലല്ലോ അന്നാണ് കുത്തത്. നിന്റെ എടുക്കാണ്ട് ഞാൻ ഈ കൊല്ലത്തുനിന്ന് പോകില്ല കേട്ടാ.